എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് പഴവും ഗോതമ്പ് പൊടിയും വെച്ചിട്ടുള്ള ഒരു സൂപ്പർ സ്നാക്ക് റെസിപ്പി നോക്കാം. വളരെ സിമ്പിളായിട്ട് പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു സ്നാക്കാണ്, പക്ഷെ കുറച്ച് വെറൈറ്റി ആയിട്ടുള്ളൊരു സ്നാക്കും കൂടിയാണ്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഗോതമ്പ് പൊടി ഒന്ന് കുഴച്ചെടുക്കണം. അപ്പം ഞാനിവിടെ ഒരു കപ്പ് ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ചേർത്ത് കൊടുക്കുന്നത് കുറച്ച് റവയാണ്. ഒരു ടേബിൾ സ്പൂണിനടുത്ത് റവ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ റവ ചേർത്ത് കൊടുക്കുമ്പോൾ ഇത് കുറച്ചും കൂടെ ക്രിസ്പി ആവും. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ റവ ചേർത്ത് കൊടുക്കുന്നത്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് എള്ള് ചേർത്ത് കൊടുക്കാം. നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക, ഇല്ലെങ്കിൽ ഒഴിവാക്കാം. ഞാനിവിടെ 1/4 ടീസ്പൂൺ എള്ള് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കറുത്ത എള്ളാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിനുശേഷം നമ്മൾ ചപ്പാത്തിക്കൊക്കെ കുഴക്കില്ലേ, അതുപോലെ നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം. അപ്പോൾ വെള്ളം അല്പാൽപമായിട്ട് ചേർത്ത് ചപ്പാത്തി മാവൊക്കെ ഉണ്ടാക്കുന്നത് പോലെ ഇത് നമുക്കൊന്ന് കുഴച്ചെടുക്കാം. ഞാൻ നന്നായിട്ടത് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇത് ഒത്തിരി ലൂസായിട്ട് കുഴക്കരുത്, കുറച്ച് ഹാർഡായിട്ട് നമ്മൾ പൂരിക്കൊക്കെ ചെയ്യുന്ന ആ ഒരു കൺസിസ്റ്റൻസിയിലാണ് ഇത് കുഴച്ചെടുത്തിരിക്കുന്നത്. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് പരത്തിയെടുക്കാം. കുറച്ച് വലുപ്പത്തിൽ പരത്തിയെടുക്കുക. ഇതിൻ്റെ ഷേപ്പ് ഒന്നും നോക്കേണ്ട കാര്യമില്ല, കാരണം നമുക്കിത് റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കേണ്ടതാണ്. അപ്പോൾ വലിയ ഷേപ്പൊന്നും വേണ്ട, ജസ്റ്റ് റഫായിട്ടൊന്ന് പരത്തിയെടുത്താൽ മതി. അപ്പോൾ ഞാനിത് ഒരു പാത്രത്തിൻ്റെ അടപ്പ് വെച്ചിട്ട് റൗണ്ട് ഷേപ്പിലൊന്ന് കട്ട് ചെയ്തെടുക്കുകയാണ്. നിങ്ങളുടെ കയ്യിൽ കുക്കി കട്ടർ ഉണ്ടെങ്കിൽ അത് വെച്ച് കട്ട് ചെയ്തെടുക്കാം. അതും അല്ലെങ്കിൽ ഇങ്ങനെ ഏതെങ്കിലും ഒരു പാത്രത്തിൻ്റെ അടപ്പോ അല്ലെങ്കിൽ കറിപ്പാത്രത്തിൻ്റെ അടപ്പോ ഒക്കെ വെച്ചിട്ട് കട്ട് ചെയ്തെടുക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ചെയ്യാം കേട്ടോ. ഞാനിപ്പോൾ റൗണ്ട് ഷേപ്പിലാണ് ഇത് കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. ഇനി നമുക്കിതിൻ്റെ ഉള്ളിൽ വെക്കാനുള്ള പഴം എടുക്കാം. അപ്പോൾ പഴം ഞാൻ വട്ടത്തിലാണ് കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. ഏത്തപ്പഴമാണ് ഇതിന് ഉപയോഗിക്കേണ്ടത്. ഏത്തപ്പഴം ഉപയോഗിച്ച് ചെയ്യുമ്പോഴാണ് ടേസ്റ്റ്. അപ്പോൾ ഒരു വട്ടം എടുക്കുക, അതിൻ്റെ മുകളിലായിട്ട് പഴം വെക്കുക, എന്നിട്ട് മറ്റൊരെണ്ണം എടുക്കുക, എന്നിട്ട് അതിൻ്റെ മുകളിലായിട്ട് വെച്ച് കൊടുക്കുക, എന്നിട്ടൊരു ഫോർക്ക് വെച്ചിട്ട് അമർത്തി കൊടുക്കുക. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ ഇത് നല്ലപോലെ ലോക്കായിട്ടിരിക്കും. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഫോർക്ക് വെച്ചിട്ട് ചെയ്ത് കൊടുക്കുന്നത്. ഫോർക്ക് വെച്ചിട്ട് ചെയ്യുമ്പോൾ ഒരു ഡിസൈനും കൂടെ കിട്ടും, അപ്പോൾ കുറച്ചും കൂടി അട്രാക്റ്റീവായിരിക്കും. ഇനി അതല്ല, നമ്മുടെ കൈ കൊണ്ട് ജസ്റ്റ് പിരിച്ച് കൊടുത്താലും മതിയാകും. അപ്പോൾ ഞാനിത് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. എല്ലാത്തിൻ്റെയും ഉള്ളിൽ പഴമൊക്കെ ഫില്ല് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിപ്പോൾ കാണാൻ നല്ലൊരു അട്രാക്ഷൻ ഉണ്ട്. അതിന് വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ഫോർക്ക് കൊണ്ടൊക്കെ പ്രസ് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ഇത് നല്ല ചൂടുള്ള എണ്ണയിലിട്ട് വറുത്ത് കോരിയെടുക്കുകയാണ് ചെയ്യേണ്ടത്. ഇപ്പോൾ നമ്മൾ പൂരിയൊക്കെ ഉണ്ടാക്കല്ലേ, ആ ഒരു രീതിയിൽ നമുക്കിത് വറുത്ത് കോരിയെടുക്കാം. അപ്പോൾ നല്ല ടേസ്റ്റിയാണ്. ഉള്ളിൽ നല്ലൊരു സോഫ്റ്റ് ആയിട്ടുള്ള പഴം ഉണ്ടാവും, പുറമേ നല്ല ക്രിസ്പി ആയിട്ടിരിക്കും. അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ട് സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. സാധാരണ നമ്മൾ പഴംപൊരി അതുപോലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നതിന് പകരമായിട്ട് ഇതൊന്ന് ചെയ്ത് നോക്കിയാൽ വളരെ സിമ്പിളായിട്ട് പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാനായിട്ട് സാധിക്കും. നമ്മുടെ വീട്ടിൽ ചപ്പാത്തി മാവൊക്കെ ബാക്കി വരികയാണെങ്കിൽ പഴം ഉണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ കുട്ടികൾക്കൊക്കെ ഇഷ്ടമാവും. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് പ്രതീക്ഷിക്കുന്നു. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ താഴെ കമൻറ്റ് ബോക്സിൽ പറയാനും മറക്കരുത്. ഇനി അടുത്ത ദിവസം നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.